ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര് എന്ത്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ 19 ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1996 ജൂൺ 19 മുതൽ. പി.എൻ. പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം നീലംപേരൂർ, കോട്ടയം ജില്ലയിലെ. 1909 മാർച്ച് 1 അദ്ദേഹം ജനിച്ചത്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? ഉത്തരം 2004 ജൂൺ 19. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? ഉത്തരം എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ഉത്തരം ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത്? ഉത്തരം വിദ്യാവിനോദിനി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഇത് ആരുടെ വരികൾ? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. രാമായണം എഴുതിയത് ആര്? ഉത്തരം വാൽമീകി. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടട്ട്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത്? ഉത്തരം രാമചരിതം. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? ഉത്തരം സംക്ഷേപവേദാർത്ഥം. വീണപ്പൂവ് എഴുതിയത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആര്? ഉത്തരം ഒ ചന്തുമേനോൻ. രമണൻ എന്ന കാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ. 1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ? ഉത്തരം സർദാർ കെ.എം. പണിക്കർ. ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ? ഉത്തരം കുട്ടിക്കൃഷ്ണൻ മാരാർ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത് ആര്? ഉത്തരം എം. മുകുന്ദൻ. നീർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഉത്തരം മാധവിക്കുട്ടി. മഹാഭാരതം രചിച്ചത് ആര്? ഉത്തരം വേദവ്യാസൻ. നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്? ഉത്തരം ഉണ്ണായി വാര്യർ.
കേരള ശാകുന്തളം എന്ന വിശേഷിക്കപ്പെടുന്ന കൃതി ഏതാണ്? നളചരിതം, ആട്ടക്കഥ. ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മഹാകവി ശിവശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത്? ഉത്തരം ഓടക്കുഴൽ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം OV വിജയൻ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ഉത്തരം ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആര്? ഉത്തരം കമല സുരയ്യ. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആര്? ഉത്തരം ചെറുകാട്. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏത്? ഉത്തരം വർത്തമാന പുസ്തകം. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി VT ഭട്ടതിരിപ്പാട് രചിച്ച ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? ഉത്തരം വാസനാവികൃതി.